സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും. ഇവിടെ നമുക്ക് സർക്കിൾസും അതിൽ വരുന്ന കോഡ്സുകളുടെയും റിലേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇതിലെ ആദ്യത്തെ ഫിഗർ, ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിൽ എ ബി സി ഡി എന്ന രണ്ട് കോഡ്സ് ഉണ്ട്. എ ബി സി ഡി എന്ന ഈ രണ്ട് കോഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി എന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ പി ഇൻറ്റു പി ബിയും അതുപോലെ തന്നെ സി പി ഇൻറ്റു പി ഡിയും തുല്യമാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഫിഗർ, ഇവിടെ നമുക്കൊരു സർക്കിൾ ഉണ്ട്. എ ബി എന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. ഈ ഡയമീറ്ററിന് ലംബമായിട്ട് അഥവാ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഒരു കോഡ് സി ഡി എന്നൊരു കോഡ് വരുന്നുണ്ട്. എ ബി എന്ന ഡയമീറ്ററും സി ഡി എന്ന കോഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് കോഡ്സുകളാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറഞ്ഞു? എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു സി ഡി എന്നാണ്. അതേപോലെ ഇവിടെ എങ്ങനെ പറയാം? എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി എന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെ സി ഡി എന്ന കോഡ് വൃത്തകേന്ദ്രത്തിൽ നിന്നും വരുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈനുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? സി പി പി ഡി എന്നാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കോഡ് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും വന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അതായത് സി പിയുടെ ലെങ്ത്തും പി ഡിയുടെ ലെങ്ത്തും തുല്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു സി ഡി എന്ന് പറയുന്നതിന് പകരം നമുക്ക് എങ്ങനെ സി പി ഇൻറ്റു സി പി എന്ന് തന്നെ പറയാം. കാരണം സി പിയും പി ഡിയും തുല്യമാണ്. അപ്പോൾ ആദ്യത്തേത് എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി സ്ക്വയർ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഡി സ്ക്വയർ. ഇനി മൂന്നാമത്തെ ഫിഗർ, ഇവിടെ എ ബി എന്നൊരു കോഡ് ഉണ്ട്. ഈ കോഡിൽ ഒരു പോയിന്റ് ആണ് പി. ആ പോയിന്റിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് ഒ പി എന്നൊരു ലൈൻ വന്നിട്ടുണ്ട്. ആ ഒ എന്ന കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ലൈൻ എന്താണ്? റേഡിയസ് അഥവാ ആരമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ ആണ്. അടുത്ത ഫിഗറും ഇതേപോലെ തന്നെയാണ്. എ ബി എന്നൊരു കോഡ് പി എന്നൊരു ഔട്ട്സൈഡ് പോയിന്റിലേക്ക് വരച്ചിട്ടുണ്ട്, നീട്ടി വരച്ചിട്ടുണ്ട്. ആ പി എന്ന പോയിന്റിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ലൈൻ റേഡിയസ് അഥവാ ആരമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ഒ പി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് പറയാം. ഇവിടെ എന്തുകൊണ്ടാണ് ആർ സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ? അതായത് ആർ സ്ക്വയർ ആദ്യം വരാനുള്ള കാരണം എന്താണ്? ഇവിടെ ഒ പി എന്ന ലൈനിനേക്കാളും ലെങ്ത് കൂടുതൽ ആർ, റേഡിയസ് അഥവാ ആരത്തിനാണ്. അതുകൊണ്ടാണ് ഇവിടെ ആർ സ്ക്വയർ ആദ്യം എഴുതിയത്. ഇനി ഇവിടെയോ? ഇവിടെ ഒ പി സ്ക്വയർ ആണ് ആദ്യം എഴുതുന്നത്. കാരണം എന്താണ്? റേഡിയസിനേക്കാൾ നീളം കൂടുതൽ ഒ പി എന്ന ലൈനിനാണ്. അതുകൊണ്ടാണ് ഒ പി സ്ക്വയർ ആദ്യവും ആർ സ്ക്വയർ രണ്ടാമതുമായിട്ട് എഴുതുന്നത്. ഇനി നാലാമത്തെ ഫിഗർ, പി എന്നൊരു പോയിന്റിൽ നിന്നും വൃത്തത്തിന്റെ ഉള്ളിലേക്ക് രണ്ട് ലൈൻസ് പോയിട്ടുണ്ട്. എ ബി ഡി സി എന്ന രണ്ട് കോഡ്സും വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ റിലേഷൻ എഴുതുക? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇനി ആറാമത്തെ ഫിഗർ നമ്മൾ ടാൻജൻസ് എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നതാണ്. എ ബി എന്ന കോഡ് പുറത്തെ പി എന്ന പോയിന്റിലേക്ക് നീട്ടി വരച്ചിട്ടുണ്ട്. പിയിൽ നിന്ന് സി എന്ന പോയിന്റിലേക്ക് ഒരു ടാൻജന്റ് അഥവാ തൊടുവര പി സി എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇത് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്ന ഒരു ഫിഗറും അതിന്റെ റിലേഷനുമാണ്. ഇനി നമുക്ക് ഈ റിലേഷൻസ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. അഥവാ വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഫിഗർ കൂൾ ഓഫ് ടൈമിൽ തന്നെ നമ്മൾ ചോദ്യപേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതുമായി ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതി വെക്കുക. അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഇക്വേഷൻസ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും റിലേഷൻസ്, 6 റിലേഷൻസ് നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് മറന്നു പോകാൻ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ ഫിഗറുമായിട്ട് ഇതിന് എന്തുണ്ട്? സാമ്യമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ ഇക്വേഷൻ ഇതിനെ ബേസ് ചെയ്തുള്ള ഫോർമുല എഴുതണം. എങ്ങനെ? ഇവിടെ രണ്ട് എ ബി സി ഡി എന്ന രണ്ട് കോഡാണ്. ഈ രണ്ട് കോഡുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് പി ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിലേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി. ഇത് കൂൾ ഓഫ് ടൈമിൽ തന്നെ എഴുതി വെക്കുക, അല്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ എ ബി സി ഡി എന്നൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ പഠിച്ച ലെറ്റേഴ്സ് ആയിരിക്കില്ല വരുന്നത്, മറ്റേതെങ്കിലും പി ക്യു ആർ എസ് അല്ലെങ്കിൽ എക്സ് വൈ സെഡ് എന്ന ലെറ്റേഴ്സും വരാം. അങ്ങനെ വരുന്ന സമയത്തും നമ്മൾ എങ്ങനെയാണ്? എ പി പി ബി അതുപോലെ സി പി ഇൻറ്റു പി ഡി ഇങ്ങനെ വേണം എഴുതാം. ഇനി നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഇൻ ദ ഫിഗർ പി എ ഈക്വൽ ടു 6 സെന്റിമീറ്റർ. പി എ 6 സെന്റിമീറ്റർ ആണ്. പി ബി 2 സെന്റിമീറ്റർ ആണ്. പി ഡി 3 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി സി? പി സിയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പി എ തന്നിട്ടുണ്ട്, അതായത് എ പി തന്നിട്ടുണ്ട്. ഇനി പി ബി തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. സി പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സി പി ഓർ പി സി. ഇനി പി ഡിയും നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊന്ന് ഇക്വേഷൻ എഴുതാം. പി എ ഇൻറ്റു
പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇനി പി എത്രയാണ് തന്നിട്ടുള്ളത്? 6 സെന്റിമീറ്റർ ആണ്. പി ബി എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. പി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ഡി എത്രയാണ് തന്നിട്ടുള്ളത്? 3. ഇനി ഇതിൽ നിന്ന് പി സി നമുക്ക് കണ്ടുപിടിക്കണം. പി സി ഈക്വൽ ടു ഈ 3നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 6 ഇൻറ്റു 2, ഇവിടെ ഗുണനം 3, ഇങ്ങോട്ട് വരുമ്പോൾ ഹരണം 3. 6 ഇൻറ്റു 2 എത്രയാ? 12/3 ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അപ്പോൾ പി സിയുടെ ലെങ്ത് ഓഫ് പി സി എത്രയാണ്? 4 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇവിടെ ഈ ഫിഗർ കണ്ടാൽ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതണം എന്ന് പറഞ്ഞു. ഇവിടെ എ ബി എന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. ഡയമീറ്ററിനെ പെർപെൻഡിക്കുലർ ആയി അഥവാ ലംബമായി കട്ട് ചെയ്തിട്ടുണ്ട് ഡി സി എന്ന കോഡ് അഥവാ ഞാൻ പി എന്ന പോയിന്റ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇക്വേഷൻ എന്താണ്? എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഡി സ്ക്വയർ. ഇനി മറ്റൊരു രീതിയിലും കൂടി ഇത് എഴുതാം. എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇത് രണ്ടും എഴുതി വെക്കുക. ഏതാണ് ആവശ്യം വരിക എന്നറിയില്ല. ഇനി ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഇൻ ദ ഫിഗർ എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഈ വൃത്തത്തിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് എ ബി. ആംഗിൾ ഡി പി ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഡി പി ബി എന്ന ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇനി എ പി ഈക്വൽ ടു 3 സെന്റിമീറ്റർ, പി ബി ഈക്വൽ ടു 1 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. ഇവിടെ നമുക്ക് എ ബി എന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണെന്ന് തന്നിട്ടുണ്ട്. എ ബി എന്ന ലൈനിന്റെ എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 3ഉം പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 1ഉമാണ്. അപ്പോൾ എ ബി എന്ന ലൈനിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? എ ബി ഈക്വൽ ടു 3 + 1 ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ. നമുക്കറിയാം ഒരു സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എന്നത് ഡയമീറ്ററിന്റെ പകുതിയാണ്. അതായത് എ ബി എന്ന ലൈനിന്റെ പകുതിയാണ്. ഇവിടെ എ ബി 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്ററിന്റെ പകുതി എത്രയാണ്? 2 സെന്റിമീറ്റർ. അപ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ഡി? അത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എ പിയും പി ബിയും നമുക്ക് തന്നിട്ടുണ്ട്. എ പി 3 ആണെന്നും തന്നിട്ടുണ്ട്, പി ബി 1 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പി ഡി കണ്ടുപിടിച്ചൂടെ? അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതുകയാണ്. എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി ഡി സ്ക്വയർ. എ പി എത്രയാണ്? 3 ഇൻറ്റു പി ബി 1 ഈക്വൽ ടു പി ഡി സ്ക്വയർ. 3 ഇൻറ്റു 1 3 ഈക്വൽ ടു പി ഡി സ്ക്വയർ. ഇനി ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ പി ഡി ഈക്വൽ ടു √3 സെന്റിമീറ്റർ. അപ്പോൾ പി ഡിയുടെ ലെങ്ത് എത്രയാണ്? √3 സെന്റിമീറ്റർ ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇവിടെ ഈ ഫിഗർ ഈ മൂന്നാമത്തെ ഫിഗറുമായിട്ട് റിലേറ്റഡ് അല്ലേ? ഇവിടെയും ഒരു കോഡ്, നമുക്ക് എ ബി എന്ന് തന്നെ പേര് കൊടുക്കാം. എ ബി എന്നൊരു കോഡ് ഉണ്ട്. അതിനെ പി എന്ന പോയിന്റിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് ഒരു ലൈൻ പോയിട്ടുണ്ട്, ഒ പി. ഈ ഫിഗർ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എന്താണ്? എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു ഈ സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ലൈനാണ് ആർ അഥവാ റേഡിയസ് അഥവാ ഈ സർക്കിളിന്റെ ആരം. അപ്പൊ എ പി ഇൻറ്റു പി ബി എന്നതിന് നമ്മൾ എങ്ങനെയാ എഴുതുക? ഇവിടെ ഒ പി എന്ന ലൈനാണ് റേഡിയസിനേക്കാളും കുറവ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതുക റേഡിയസ് ആണ്, ആർ സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ. കാരണം എന്താണ്? റേഡിയസിന്റെ ലെങ്ത് ആണ് കൂടുതൽ, ഒ പി എന്താണ്? കുറവാണ്. കാരണം ഒ എന്ന കേന്ദ്രത്തിൽ നിന്നും ഈ ലൈന് വരെയുള്ള ഒ പിയുടെ നീളം. പക്ഷെ ഒ എന്ന കേന്ദ്രത്തിൽ നിന്നും വൃത്തം വരെ എന്തുണ്ട്? റേഡിയസ് ഉണ്ട്. അതുകൊണ്ട് റേഡിയസ് ആണ് വലുത്. അതുകൊണ്ടാണ് നമ്മൾ ആർ സ്ക്വയർ ആദ്യവും മൈനസ് ഒ പി സ്ക്വയർ എന്ന് എഴുതിയത്. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. നമ്മൾ അതുപോലെ എഴുതി. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിന്റെ റേഡിയസ്, അതായത് ഈ ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ പി നമുക്ക് തന്നിട്ടുണ്ട് 3, പി ബി നമുക്ക് തന്നിട്ടുണ്ട് 1, ആർ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് മൈനസ് ഒ പി നമുക്ക് തന്നിട്ടുണ്ട് 2 സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആർ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ ആർ സ്ക്വയറിനെ മാത്രം ഒരു സൈഡിൽ നിർത്തി 3 ഇൻറ്റു 1, ഈ മൈനസ് 2 സ്ക്വയർ ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 2 സ്ക്വയർ. ഇനി 3 ഇൻറ്റു 1 എത്രയാണ്? 3 പ്ലസ് 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ 3 + 4 7. അതായത് ആർ സ്ക്വയർ എന്നത് എത്രയാണ്? 7 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √7 സെന്റിമീറ്റർ ആണ് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം. ഇനി നാലാമത്തെ ചോദ്യം. ആദ്യം തന്നെ നമുക്ക് ഈ ഫിഗറിനനുസരിച്ച് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് എഴുതാം. ഇവിടെ പി സി, ഇവിടെ ആദ്യം തന്നെ ബി സി എന്നൊരു കോഡും ക്യു ആർ എന്നൊരു കോഡും ഉണ്ട്. ഈ രണ്ട് കോഡിനെയും പുറത്തേക്ക് പി എന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫിഗറിനെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? പി ബി ഇൻറ്റു പി സി ഈക്വൽ ടു പി ക്യു ഇൻറ്റു പി ആർ. ഇനി
ആദ്യം ഈ ലൈൻ എടുക്കണം. ഈ ലൈനും നമുക്ക് പി എ എന്ന ലൈനും എടുക്കാം. ഇവിടെ ക്യു ആർ എന്നൊരു കോഡിൽ നിന്നും പി എന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പി എന്ന പോയിന്റിൽ നിന്നും പി എ എന്നൊരു ടാൻജന്റ് അഥവാ തൊടുവര വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക? പി ക്യു ഇൻറ്റു പി ആർ ഈക്വൽ ടു പി എ സ്ക്വയർ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ പി സി എന്ന ഈ ലൈനും പി എ എന്ന ലൈനും എടുത്തിട്ട്, അതായത് അതെങ്ങനെ എഴുതുക? സി ബി സി എന്നൊരു കോഡിനെ പി എന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പി എന്ന പോയിന്റിൽ നിന്നും പി എ എന്നൊരു ടാൻജന്റ് അഥവാ തൊടുവര വന്നിട്ടുണ്ട്. അതിന് നമുക്ക് പി ബി ഇൻറ്റു പി സി ഈക്വൽ ടു പി എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ഫിഗർ വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ദ ഫിഗർ പി എ ഈസ് എ ടാൻജന്റ്. കോഡ്സ് സി ബി ആൻഡ് ആർ ക്യു ആർ എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് പി. ബി സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഈ ബി സി എത്രയാ? 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പി ബി എത്രയാ? 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി സി? പി സിയുടെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. സി മുതൽ ബി വരെയുള്ള നീളം 5ഉം ബി മുതൽ പി വരെയുള്ള നീളം 4ഉം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി സിയുടെ ലെങ്ത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4ഉം 5ഉം കൂട്ടിയാൽ 9. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് പി ക്യു ഇൻറ്റു പി ആർ? പി ക്യു ഇൻറ്റു പി ആർ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പി ക്യു ഇൻറ്റു പി ആർ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. പി ബി നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. പി സി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് 9 ആണ്. അപ്പൊ 4 ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ക്യു ഇൻറ്റു പി ആർ കിട്ടില്ലേ? അതാണ് നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചതിന്റെ ഗുണം. പി ക്യു ഇൻറ്റു പി ആർ ഈക്വൽ ടു പി ബി ഇൻറ്റു പി സി. അപ്പൊ പി ക്യു ഇൻറ്റു പി ആർ കണ്ടുപിടിക്കാൻ പി ബി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 4 ആണ്. പി സി നമ്മൾ കണ്ടുപിടിച്ചു 9. 4 ഇൻറ്റു 9 എത്രയാ? 36 സെന്റിമീറ്റർ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി എ. അതിന് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? കാരണം പി ക്യു ഇൻറ്റു പി ആർ 36 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് പി എ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചൂടെ? പി എ സ്ക്വയർ ഈക്വൽ ടു പി ക്യു ഇൻറ്റു പി ആർ. പി എ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ക്യു ഇൻറ്റു പി ആർ 36 ആണ്. ഇനി പി എ ഈക്വൽ ടു അപ്പൊ എന്ത് വരും? സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ റൂട്ട് 36. 36ന്റെ റൂട്ട് 6 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസ് ആദ്യമേ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും.